ഹലോ, ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നിർണായക ദിവസങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരാഴ്ച ഒരു വമ്പൻ ട്വിസ്റ്റുകൾ തന്നെ സംഭവിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാവണ്യ കഴിഞ്ഞ ദിവസം ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിന്റെ മുന്നോടിയായിട്ട് ശ്രുതിക്കൊരു വലിയൊരു 8ന്റെ പണിയാണ് കിട്ടിയിരുന്നത്. എന്നാൽ മുത്തശ്ശിയുടെ ആ ഒരു ഇടപെടൽ കാരണം ആ ഒരു 8ന്റെ പണി ചെറുതായിട്ടൊന്ന് മാറി തിരിച്ച് ലാവണ്യക്ക് തിരിച്ചടിയാകുന്ന രീതിയിലോട്ടാണ് അത് മാറിയത്. പിന്നെ ഇതിന്റെ മുന്നോടിയായിട്ട് ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ അശ്വിന്റെ വീട്ടിൽ സംഭവിക്കാൻ പോവാണ്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു പ്രശ്നത്തിൽ നിന്നാണ് ശ്രുതി രക്ഷപ്പെട്ടത്. എന്നാൽ ലാവണ്യ ശ്രുതിയെ എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ തെറ്റുകാരിയാക്കുക എന്നുള്ളൊരു ആ ഒരു കാര്യം വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ലാവണ്യ ഇങ്ങനെ കാണിച്ചത്. പക്ഷെ അവസാനം ലാവണ്യക്കാണ് അത് തിരിച്ചടിയായിട്ട് മാറിയത്. അങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയും അതിനുശേഷം അശ്വിൻ വരുമ്പോൾ മുത്തശ്ശി ഈ ഒരു കാര്യം അശ്വിനോട് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ ലാവണ്യ വിചാരിച്ചത് ലാവണ്യയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്നും എന്നിട്ട് ശ്രുതിയെ മാറ്റി നിർത്തുമെന്നും അവിടെ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ലാവണ്യ പ്രതീക്ഷിച്ചത് മാതിരി ഒന്നും സംഭവിച്ചില്ല. അവസാനം ലാവണ്യക്കാണ് ഒരുപാട് താക്കീതും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അതുമാത്രമല്ല പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയും കൂടി ലാവണ്യക്ക് അതോടെ കിട്ടുവാണ്. എന്തായാലും ഇതോടെ മുത്തശ്ശിയുടെ മനസ്സിൽ ലാവണ്യക്ക് ഏത് സ്ഥാനമാണ് എന്ന് അശ്വിന് മനസ്സിലായി. അങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാകുകയും അങ്ങനെ നമ്മുടെ അഞ്ജലി മുത്തശ്ശിയോട് പറഞ്ഞ് പ്രശ്നങ്ങളൊന്നും ആക്കണം മുത്തശ്ശി, ഇതെന്തായാലും ഇങ്ങനെ പോകട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചിട്ട് ആ ഒരു പൂജ, ജന്മാഷ്ടമിയുടെ പൂജ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പൂജയുടെ ഇടയിൽ നമ്മുടെ അശ്വിൻ വരുന്നുണ്ട്. അങ്ങനെ അഞ്ജലി ഒരുപാട് ആഗ്രഹിച്ചതാണ് അശ്വിനും ഈ ഒരു പൂജയിൽ പങ്കെടുക്കണം, എന്നിട്ട് തനിക്ക് ആ ഒരു രാഖി കിട്ടണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാണ്. എന്നാൽ അതൊന്നും പെട്ടെന്നൊന്നും സംഭവിച്ചില്ലായിരുന്നു. എന്നാൽ ഒരിക്കലും അശ്വിൻ വരത്തില്ല എന്ന് വിചാരിച്ചതിന് സമയത്തായിരുന്നു അശ്വിൻ കയറി വരുന്നത്. അങ്ങനെ പൂജയിൽ സന്തോഷത്തോടെ പങ്കെടുക്കുകയും പൂജയിൽ ഒരുക്കുന്ന ആ ഒരു സഹായത്തിന് അശ്വിൻ കൂട്ടു നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പൂജയിൽ പങ്കെടുത്തതിന് ശേഷം എല്ലാവർക്കും പ്രസാദം കൊടുക്കണമായിരുന്നു. അപ്പോൾ അത് അശ്വിനാണ് ആരതിയൊക്കെ ഒഴിഞ്ഞ് പ്രസാദം കൊടുക്കാനായിട്ട് നിന്നത്. അപ്പോൾ എല്ലാവർക്കും അശ്വിൻ തന്നെയാണ് ചന്ദനം തൊട്ട് കൊടുത്തത്. അതിൻ്റെ കൂടെ തന്നെ ശ്രുതിയും അശ്വിൻ്റെ ആ ഒരു ആരതി കൊണ്ടുവരുമ്പോൾ തൊഴുതതിന് ശേഷം ആരതിയിൽ തൊട്ട് വണങ്ങുകയും ശ്രുതിക്ക് ചന്ദനം ചാർത്തി അശ്വിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. അശ്വിനോ അല്ല ഇത് ഇയാളാണോ എനിക്ക് ചന്ദനം ഇട്ടുന്നത് എന്നൊക്കെയുള്ള ഒരു രീതിയിൽ. കാരണം അശ്വിൻ ഒരിക്കലും ശ്രുതിയോട് ഇതുവരെയും സന്തോഷത്തോടെ അല്ലെങ്കിൽ സമാധാനത്തോടെ സംസാരിച്ചിട്ടില്ല. എപ്പോഴും പൊട്ടിത്തെറിച്ച് നിൽക്കാറാണ് പതിവ്. അപ്പം ഇങ്ങനെ ആ ഒരു മാറ്റം കണ്ടപ്പോൾ ശ്രുതിക്ക് ഒരു അത്ഭുതം തോന്നി. അങ്ങനെ എല്ലാവരും ഒരുപാട് രാത്രിയായില്ലേ, അതുകൊണ്ട് ശ്രുതിയെ അശ്വിൻ തന്നെ വീട്ടിലോട്ട് കൊണ്ടുവിടണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ തനിക്ക് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അശ്വിൻ നിൽക്കുമ്പോൾ അഞ്ജലിയുടെ നിർബന്ധപ്രകാരം അശ്വിൻ ശ്രുതിയെ വീട്ടിലോട്ട് കൊണ്ടുവിടുവാണ്. പക്ഷേ അഞ്ജലിയുടെ നിർബന്ധപ്രകാരമാണ് ശ്രുതിയെ വീട്ടിലോട്ട് കൊണ്ടുവിടാനായിട്ട് അശ്വിൻ തീരുമാനിച്ചത്. എന്നാൽ പോകുന്ന വഴിക്ക് പൂർത്തിയാകാതെ പകുതിക്ക് വെച്ചിട്ട് ശ്രുതിയെ ഇറക്കി വിടുവാണ്. അപ്പോൾ ശ്രുതി ആദ്യം പോകത്തില്ല അല്ലെങ്കിൽ തനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അശ്വിൻ ദേഷ്യപ്പെട്ട് ശ്രുതിയെ ഇറക്കി വിടുന്നുണ്ട്. അങ്ങനെ ഇറക്കി വിട്ടതിന് ശേഷം വണ്ടി എടുത്തപ്പോൾ ചെറുതായിട്ട് തട്ടി ശ്രുതി ആ ഒരു ചെളിവെള്ളത്തിൽ വീഴുവാണ്. പക്ഷേ അതൊന്നും മൈൻഡ് വെക്കാതെ അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ അശ്വിൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണ്. അപ്പോൾ എങ്ങനെയും അശ്വിൻ ഒരു 8ന്റെ പണി കൊടുക്കണം എന്ന് ശ്രുതി വിചാരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ വീട്ടിൽ വന്നതിന് ശേഷം അശ്വിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ജോലിക്ക് പോകാനായിട്ട് ധൃതി പിടിച്ച് ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ആരും കാണാതെ ആ ഒരു പെട്രോൾ ടാങ്കിൻ്റെ അകത്ത് ആ ഒരു ശ്രുതി ഒരു കല്ലും കാര്യങ്ങളൊക്കെ എടുത്തിടുവാണ്. എന്നിട്ട് ആ ഒരു വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റാത്ത രീതിയിൽ ആ വണ്ടി ഒപ്പിച്ചു വെക്കുകയാണ്. അപ്പോൾ ധൃതിയിൽ ആകാശും അശ്വിനും ആ ഒരു കാറിൽ വന്ന് കയറുകയും സ്റ്റാർട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരുപാട് വട്ടം ശ്രമിച്ചെങ്കിൽ പോലും ഒട്ടും പറ്റുന്നില്ല. അങ്ങനെ ആ ഒരു യാത്രയും മുടങ്ങി. പക്ഷേ തനിക്ക് തന്ന ആ ഒരു പണി തിരിച്ചു കൊടുത്തതിൽ ഒരുപാട് സന്തോഷത്തിൽ ശ്രുതി ഇങ്ങനെ തുള്ളിച്ചാടി സന്തോഷമൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാതെ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ശ്രുതി തൻ്റെ തലേദിവസം നടന്ന സംഭവങ്ങളൊക്കെ പുറത്തിറക്കി വിട്ടതും പിന്നെ വഴിയിൽ വെച്ച് ഇറക്കി വിട്ടതും ആ ഒരു ചെളിയിൽ വീണ കാര്യങ്ങളൊക്കെ ശ്രുതി വീട്ടിൽ ചെന്ന് ആ ഒരു സാഹചര്യത്തിൽ പറയേണ്ട അവസ്ഥ വന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മായി ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് ശ്യാമിന് ഒട്ടും പിടിച്ചില്ല. കാരണം ഇങ്ങനെ കാണിക്കുന്നതും അവിടെ പോകുന്നത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നീ എനിക്ക് ഒരിക്കലും ആ ഒരു വീട്ടിലോട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ശ്രുതി അതൊന്നും കേൾക്കാൻ വേണ്ടി കൂട്ടാക്കുന്ന
നടത്തുന്നില്ല. തനിക്ക് തന്ന ജോലി താൻ പൂർത്തിയാക്കണം, തനിക്ക് തന്ന ജോലി കൃത്യമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇനിയും പോകും എന്നുള്ളൊരു നിലപാടിൽ ശ്രുതി ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഇതിനൊരു മറുമരുന്ന് കൊടുത്തേ പറ്റത്തുള്ളൂ, ഒരു 8ന്റെ പണി കൊടുത്തേ പറ്റത്തുള്ളൂ. ശ്രുതി ഇനി ഒരിക്കലും ആ വീട്ടിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഗൂഢാലോചന നമ്മുടെ ശ്യാം നടത്തുന്നുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കും, ഈ ഒരു ഗൂഢാലോചനയിൽ എന്തൊക്കെയായിരിക്കും അശ്വിന്റെ കുടുംബവും നേരിടാൻ പോകുന്നത്? എന്തായാലും ആ ശ്രുതി വന്നതിന് ശേഷമാണ് ആ ഒരു വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത് എന്ന് മുത്തശ്ശിയും അഞ്ജലിയും കൂടെ പറയാറുണ്ട്. പക്ഷെ ഇതൊന്നും അംഗീകരിക്കാനായിട്ട് അശ്വിൻ തയ്യാറാവുന്നില്ല. എന്നാൽ ശ്രുതിയെ പൊക്കി പറയുന്നത് കേട്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളും കൂടി അവിടെ ഉണ്ട്, നമ്മളെ ലാവണ്യയും മനോരമയും. അപ്പൊ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ ഭൂകമ്പങ്ങളായിരിക്കും, എന്തൊക്കെ പ്രശ്നങ്ങൾ ശ്രുതി നേരിടും, അതൊക്കെ ഇനി എങ്ങനെ തരണം ചെയ്യും, ശ്യാമിന്റെ ചതി പുറത്താകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതായിരിക്കും. ടാറ്റാ ബൈ.